Hello guys, welcome back to Hiba Jaffer official YouTube channel. അപ്പോൾ ഞാൻ അടുപ്പിച്ചിട്ടിപ്പോൾ വീഡിയോസ് ഇടുന്നുണ്ട്. നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ആദ്യം തന്നെ എൻ്റെ ചാനൽ ഇൻട്രോ ഞാൻ പറയാം. എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ഡെയിലി വ്ളോഗ്സ്, അതുപോലെ മിനി വ്ളോഗ്സ്, പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത്, അങ്ങനെ ഒരുപാട് കണ്ടൻസ് വരുന്നുണ്ട്. പക്ഷെ എൻ്റെ എൻ്റെ ടാർഗറ്റ് അല്ലെങ്കിൽ എൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ വീഡിയോസാണ്. അതായത് ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ആദ്യം കുറച്ച് ഫെയർനെസ് പ്രോഡക്ട്സിൻ്റെ ഒക്കെ വിചാരിക്കും. പിന്നെ എനിക്ക് അതിൽ എക്സ്പീരിയൻസ് കുറവാണ്. ഞാൻ അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന ആളല്ല. അപ്പോൾ അത് തന്നെ എനിക്ക് അതിൽ എക്സ്പീരിയൻസ് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ആ പ്രോഡക്ട്സിൻ്റെ കാര്യത്തിലാണ് നിർത്തിയത്. എന്നാലും അങ്ങനത്തെ കാര്യങ്ങളും എനിക്ക് യൂസ് ചെയ്ത എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളെ പറ്റി വരും ദിവസങ്ങളിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് താഴെ മെൻഷൻ ചെയ്യും. അതുകൂടെ കയറി ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന കണ്ടന്റുകൾ, അതുപോലെ നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്സ് ഓഫ് വീഡിയോസ്, ഇതുപോലത്തെ എക്സ്പീരിയൻസുകൾ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് പറയേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അതൊക്കെ എനിക്ക് സജഷൻസ് ആയിട്ട് കമൻസിൽ പറയാൻ പറ്റാത്തതാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് പേഴ്സണൽ മെസ്സേജ് ആയിട്ടും അയക്കാവുന്നതാണ്. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് മെസ്സേജായിട്ട് അയക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് വന്നതാണ്, നമ്മൾ മെൻസ്ട്രൽ കപ്പിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ചെയ്ത ഒരു അബദ്ധം, ഒന്നല്ല, ഒരു അബദ്ധം കാരണം എനിക്കുണ്ടായ പല അബദ്ധങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്താണ് ഞാൻ ചെയ്ത ആ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ, ഇതുപോലെ മെൻസ്ട്രൽ കപ്പിനെ പറ്റി പറയുന്ന കുറേ വീഡിയോസ് ഉണ്ട് യൂട്യൂബ് തുറന്നാൽ. അതിലൊരു വീഡിയോസും കണ്ടില്ല എന്നുള്ളതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പകരം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ കസിൻസിൽ ഒരാൾ ഇത് യൂസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു. അവരെ വിളിക്കുമ്പോൾ അവർ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ, ഞാൻ വിളിച്ച ആളെ പറ്റി കുറ്റം പറയുകയല്ല, ഞാൻ എന്നെ പറ്റി പറയാണ്. കാരണം ഞാൻ പ്രോപ്പറായിട്ട് ചോദിച്ചില്ല. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ കപ്പ് വാങ്ങിച്ചു വെച്ചു. എനിക്ക് ഡേറ്റ് ആയപ്പോൾ അന്നാണ് ഞാൻ അവർക്ക്, അതായത് എനിക്ക് പീരിയഡ്സ് ആയപ്പോഴാണ് ഞാൻ പോയിട്ട്, നമ്മളിത് സ്റ്റെറിലൈസ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുകയായിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം, അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ വിളിച്ചതിനെ പറ്റി ചോദിച്ചത്. അപ്പം ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നതിനെ പറ്റി മാത്രം ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അബദ്ധങ്ങൾ ഞാൻ ചെയ്തു. അപ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് അവരോട് ചോദിച്ചില്ല, അവർ പ്രോപ്പറായിട്ട് എനിക്ക് പറഞ്ഞു തന്നില്ല. പറഞ്ഞു തരേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പറഞ്ഞു തന്നു, ഞാൻ ചോദിക്കാത്ത കാര്യങ്ങളും പറഞ്ഞു തന്നു. അതിൽ പറഞ്ഞു തരാത്ത ചില കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് എനിക്ക് ചില അബദ്ധങ്ങൾ പറ്റി. അപ്പം അതൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നതിന് മുമ്പ് എനിക്ക് പ്രോപ്പറായിട്ടൊരു അറിവ് വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ 1-2 വീഡിയോസ് കണ്ടു നോക്കി. അതിലൊരു ഡോക്ടറിൻ്റെ വീഡിയോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ ഡോക്ടറിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് ഇതിനു വേണ്ടി കണ്ടുകൊണ്ട് ഞാൻ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചില്ല. അപ്പോൾ ആ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെരി ഫസ്റ്റ് ഞാൻ എന്താണ് മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞുതരാം. അപ്പോൾ അത് ആർക്കും അറിയാത്തത് ഉണ്ടാവില്ല. ഇന്ന് ഉപയോഗിക്കുന്നവർക്കും ഉപയോഗിക്കാത്തവർക്കും പ്രായം ചെന്നവർക്കും കുട്ടികൾക്കും വരെ ഒരുവിധം ഓൾമോസ്റ്റ് അല്ലെങ്കിലും കുറച്ച് കുട്ടികൾക്ക് വരെ എന്താണ് മെൻസ്ട്രൽ കപ്പ് എന്ന് അറിയാം. അപ്പോൾ ഇതാണ് മെൻസ്ട്രൽ കപ്പ് അല്ലേ. അപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, പൊതുവെ നമ്മളധികവും പീരിയഡ്സ് ആയ യൂസ് ചെയ്യുന്നത് നാപ്കിൻസ് ആണ്, പാഡാണ്. സ്റ്റേ ഫ്രീ അങ്ങനത്തെ കുറേ ബ്രാൻഡ്സിൻ്റെ പാഡുകളാണ് യൂസ് ചെയ്യുന്നത്. ആ പാഡിൽ ബയോഡിഗ്രേഡബിൾ അല്ലാത്ത വേസ്റ്റുകളുണ്ട്. അതായത് ഉള്ളിൽ കോട്ടണി സോഫ്റ്റ് കവർ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരും. പക്ഷെ അതിലും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു എലമെന്റ് ഉണ്ടാവും. ആ ഒരു എലമെന്റ് ഡിഗ്രേഡബിൾ അല്ല. അപ്പൊ അത് കാരണം നമ്മുടെ ഭൂമിക്കും കുറേ എഫക്റ്റുകൾ ഉണ്ട്, ബാഡ് എഫക്ട്സ് ഉണ്ട്. അപ്പോൾ അതിനും, പിന്നെ നമ്മൾ ഇതൊക്കെ ഡീകമ്പോസ് ചെയ്ത് പോവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനും ദെൻ നമ്മുടെ മണി സേവിങ് എന്നും പറയാം. കാരണം ഇതിനിപ്പോൾ ഞാൻ വാങ്ങിച്ചത് മൈപിങ്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ സാധനമാണ്. ഇതിൽ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചത്, ഇതിന്റെ MRP 485 ആണ്. ഞാൻ വാങ്ങിച്ചത് 449 ആണ്. 449 2 മെൻസ്ട്രൽ കപ്പാണ് അതിലുള്ളത്. അപ്പോൾ ഇത് നമുക്ക്
10 to 12 വർഷം വരെ യൂസ് ചെയ്യാം എന്നാണ് ഞാൻ കണ്ട വീഡിയോയിലത്തെ ഒരു ഡോക്ടർ പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. എന്നാലും നമുക്കൊരു 5-6 വർഷം യൂസ് ചെയ്താലും 449 റുപ്യാണ് നമുക്ക് ആകെ 5-6 വർഷത്തിന് പോകുന്നുള്ളൂ. നമ്മൾ പറയുന്നത് 1 കപ്പ് യൂസ് ചെയ്താൽ മതി എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഈ 2 കപ്പ് 12 വർഷത്തിനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ 500 രൂപയാണ് ഈ പറയുന്ന 12 വർഷത്തിന് എനിക്ക് വരുന്നുള്ളൂ. അതേസമയം നമ്മൾ പാഡ് യൂസ് ചെയ്യുന്ന സമയത്ത് അതങ്ങനെയല്ല. നമുക്ക് എല്ലാ മാസവും 45 55 അല്ലെങ്കിൽ വലിയ പാക്കറ്റ് വാങ്ങി വെക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇപ്പോൾ ഒരു 3 മാസത്തിന് വലിയ പാക്കറ്റ് വാങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു 300 റുപ്യേൻ്റെ ഒക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ 3 മാസത്തിന് 300 റുപ്യ പോകും. അപ്പം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ മണി സേവിങ് ആണ്, ക്യാരി ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഈ മെൻസ്ട്രൽ കപ്പ്. അപ്പം മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് പാഡിന് ഒരു ആൾട്ടർനേറ്റീവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വന്ന സാധനം തന്നെയാണ്. അപ്പോൾ അതാണ് മെയിൻ കാര്യം. ഓക്കെ, ഞാൻ അപ്പോൾ മൈക്ക് എന്താ നോക്കിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ 30 മിനിറ്റോളം വരുന്ന ഒരു ലോങ് വീഡിയോ എടുത്തു വെച്ചിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ മൈക്ക് ഓഫ് ആയിട്ട് എൻ്റെ സൗണ്ട് അങ്ങനെ പോയി. ഞാനിത് രണ്ടാമത് ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പം അതിൽ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ട് നല്ലൊരു വീഡിയോ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇപ്പം എന്താണ് മെൻസ്ട്രൽ കപ്പ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് മെൻസ്ട്രൽ കപ്പ് വരുന്നത്. കണ്ടോ, ഇതാണ് മെൻസ്ട്രൽ കപ്പിന്റെ സ്ട്രക്ചർ. ഇതിൽ ഈ അടിയിലത്തെ ബേസ് ഇല്ലാത്ത മെൻസ്ട്രൽ കപ്പുകളും ഉണ്ട്. അപ്പൊ ഇതിന്റെ യൂസ് സത്യം പറഞ്ഞാൽ എനിക്കും ഇത് ഉപയോഗിച്ചതിന് ശേഷം ഞാൻ ആലോചിച്ചു ഇത് എന്തിനാണിത്. അപ്പൊ എനിക്കും അറിയില്ല അത് എന്തിനാണെന്ന്. മേ ബി ഞാൻ ആദ്യം വിചാരിച്ചിരുന്നെങ്കിൽ അത് പുറത്തേക്ക് എടുക്കാനുള്ള സംഭവമൊക്കെയാണെന്നാണ്. പക്ഷെ അത് അങ്ങനെയല്ല. അപ്പോൾ ഇതാണ് മെൻസ്ട്രൽ കപ്പ്. ഇതില് ഈ റിബ് വരുന്നുണ്ട്. അതിന്റെ റിബ് തന്നെയല്ലേ പറയാ, സോറി, റിം. അപ്പോൾ ഈ റിം വരുന്നത് കുറച്ച് കട്ടിയായിട്ടാണ്. അത് എൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഒരു റിമ്മ്, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എയർ ഹോൾസ് ഉണ്ട്. ഇതൊക്കെ ഇതിൻ്റെ വാക്വം എഫക്റ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈസസ് ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് വാങ്ങിച്ചു വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചു വെച്ചിട്ട് ഞാനിത് തുറന്നു നോക്കിയിട്ടില്ല, യൂട്യൂബിലൊരു വീഡിയോസ് കണ്ടിട്ടില്ല, ആരെയും വിളിച്ചു ചോദിച്ചിട്ടില്ല. പീരിയഡ്സ് ആയ സമയത്താണ് ഞാൻ ഇതെടുത്ത് പൊളിച്ച് തന്നെ നോക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. വാങ്ങുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഏത് സൈസാണ് വാങ്ങേണ്ടത്. അപ്പോൾ അവർ ഹെൽപ്പിന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സ്മോൾ ആണെങ്കിൽ കളക്ട്സ് അപ് ടു 50 ml, ഫസ്റ്റ് ടൈമേഴ്സ് റെക്കമെൻഡഡ് ഫോർ ടീൻസ്. അപ്പോൾ 50 ml വരെ കളക്ട് ചെയ്യും. അതിൽ ഫസ്റ്റ് ടൈം യൂസിനുള്ള ആൾക്കാർക്ക്, അതായത് ആദ്യമായിട്ട് പീരിയഡ്സ് ആവുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ആ ഒരു 18 അബോ ആൾക്കാരാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എന്നാണ് അധികം ആൾക്കാർ പറയുന്നത്. അതിലും ചെറിയ കുട്ടികൾക്ക് പീരിയഡ്സ് ആയിട്ടുണ്ടെങ്കിൽ, മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. 18 അബോ ഉള്ള കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ 18 അബോ വരുന്ന ആൾക്കാർക്ക് ആണിത് റെക്കമെൻഡ് ചെയ്യുന്നത്, ഇത് സ്മോൾ. അപ്പോൾ അവർക്ക് അധികം ബ്ലീഡിങ് കുറവായിരിക്കും, അവർ സെക്ഷലി ആക്റ്റീവ് ആയിരിക്കില്ല, വേർജിൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ സ്മോൾ റെക്കമെൻഡ് ചെയ്യുന്നത്. മീഡിയം സൈസ് റെക്കമെൻഡ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ 20 ml വരെ അതിൽ കപ്പാസിറ്റി ഉണ്ട്. ഇതുവരെ പ്രസവിക്കാത്ത ആൾക്കാർക്ക്, അതായത് ഒരു 20 അബവ് ഏജ് വരുന്ന ആൾക്കാർക്ക്, ഐ ഗസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 25 അബവ് ആണെങ്കിൽ പോലും പ്രസവിച്ചിട്ടില്ല, പക്ഷെ മാരീഡ് ആണ്, സെക്ഷലി ആക്റ്റീവ് ആണ്, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാം. വെർജിൻ അല്ല അങ്ങനെയുള്ളവർക്കാണ്. പിന്നെ പറയുന്നത് സി സെക്ഷൻ കഴിഞ്ഞവർക്ക് മീഡിയം എടുക്കുക. അപ്പം ഞാൻ അതുകൊണ്ടാണ് മീഡിയം എടുത്തത്. ദെൻ ലാർജ് കളക്ട്സ് അപ് ടു 30 ml ഹാവ് ഗിവൻ ബർത്ത് വെജൈനലി. അപ്പോൾ വെജൈനൽ ബർത്ത് കഴിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ ലാർജ് ഒരു 30 അബോ. അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടില്ല, അവർ പറയുന്നത് 30 അബോ ഏജുള്ള ആൾക്കാർക്ക്, മോർ ദാൻ 1 ചിൽഡ്രൻസ് ഉള്ള ആൾക്കാർക്കൊക്കെയാണ് അവർ ഇത് പ്രിഫർ ചെയ്യുന്നത്, ലാർജ്. അപ്പോൾ സ്മോൾ, മീഡിയം, ലാർജ്, അങ്ങനെ 3 സൈസ് ഉണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് മീഡിയം ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, നിങ്ങൾക്ക് കാണാലോ, ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. ഇതിൽ ഈ പറയുന്നതാണ് റിം. അതിൻ്റെ ഇവിടെ എയർ ഹോൾസ് ഉണ്ട്. ഈ എയർ ഹോൾസ് ഉള്ളത് നോക്കി വാങ്ങാം കേട്ടോ. പിന്നെ ഇത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് ഒരു മിനിറ്റ്.
സോറി, ഞാനിപ്പോൾ ഈവനിങ് ടൈമാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ സ്കൂൾ പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ട് വന്നതിൻ്റെ സൗണ്ട് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കാതിരിക്കുക. അപ്പം ഇവിടെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട്. എനിക്കറിയില്ല അതിൻ്റെ സൗണ്ട് എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്, ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എനിവേ, നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പെട്ടെന്ന് എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് പറഞ്ഞുതരാം. ഈ പ്രോഡക്റ്റ് വാങ്ങുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു, പക്ഷെ ഇത് രണ്ടും എന്തോ ഭാഗ്യത്തിന് ആ പ്രോഡക്റ്റിലുണ്ട്. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങാൻ. ഒന്നാമത്തെ കാര്യം, ഇത് ISO ഗ്രേഡ് സേഫ്റ്റി ഉണ്ടോ, ISO സർട്ടിഫൈഡ് ആണോ എന്നുള്ളതാണ്. ഫോർ മൈ ലക്ക് ഇതിലുണ്ട്, ISO ഗ്രേഡ് സേഫ്റ്റി ഉള്ളതാണ്. പിന്നെ മറ്റൊന്ന് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതിൽ കുറച്ച് നോട്ട്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ മിസ് ചെയ്ത് പോരുത് പറയാനെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നമ്മൾ എന്താണ് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ സാധനം മെഡിക്കൽ ഗ്രേഡ് ഇനേർട്ട് സിലിക്കൺ ആണോ, മെഡിക്കൽ ഗ്രേഡ് ഇനേർട്ട് സിലിക്കൺ ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. അത് ചെക്ക് ചെയ്യാൻ നമ്മൾ ISO ആൻഡ് GMP, ISO സർട്ടിഫൈഡ് ആണോ, GMP സർട്ടിഫൈഡ് ആണോ, GMP സർട്ടിഫൈഡ് ആണോ എന്നുള്ളത് സെർച്ച് ചെയ്യാം. ഈ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അതിലുണ്ട്. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് WHO GMP സർട്ടിഫൈഡ് കമ്പനിയാണ് മൈപിങ്ക് ഓക്സിഷ്യ ലൈഫ് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. അവരുടെ മൈപിങ്ക് എന്ന് പറയുന്ന പ്രീമിയം മെൻസ്ട്രൽ കപ്പാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 2 വരുന്നത്. ഇതിൽ ഇതുപോലത്തെ ഒരു കവർ വരുന്നുണ്ട്, നമുക്ക് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഒരു കവറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടില്ല, ഞാൻ പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഞാൻ ഒറ്റ തവണയാണ് ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ടുള്ളൂ. ആ ഒറ്റ തവണത്തെ എൻ്റെ ബാഡ് എക്സ്പീരിയൻസ് അല്ല കേട്ടോ. മെൻസ്ട്രൽ കപ്പ് ഒരിക്കലും ബാഡ് എക്സ്പീരിയൻസ് അല്ല. ഞാൻ പറയുന്നത് ഞാൻ ചെയ്ത അബദ്ധം കൊണ്ടുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസ്. അത് നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി, നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പ്ലസ് എന്തൊക്കെ നിങ്ങളൊരു മെൻസ്ട്രൽ കപ്പ് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് അതും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കുക. മെൻസ്ട്രൽ കപ്പ് ഏതാണ് നിങ്ങൾക്ക് വേണ്ട സൈസ് എന്നുള്ളത് നോക്കുക. ISO സർട്ടിഫൈഡ്, GMP സർട്ടിഫൈഡ് ആണോ നോക്കുക. ഇത് രണ്ടും സർട്ടിഫൈഡ് ഉണ്ടെങ്കിൽ ഇത് മെഡിക്കൽ ഗ്രേഡ് ഇനേർട്ട് സിലിക്കൺ ആണ് എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താം. അങ്ങനെയാണെങ്കിൽ ഇത് വാങ്ങുന്ന സമയത്ത് ഇത് തുറന്ന് നോക്കാൻ പറ്റുകയാണെങ്കിൽ ഇതുപോലത്തെ എയർ ഹോൾസ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഈ റിമ്മിന്റെ താഴെയായിട്ട് എയർ ഹോൾസ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പം അത്രയും ഉണ്ടെങ്കിൽ നമ്മൾ മെൻസ്ട്രൽ കപ്പ് സക്സസ്ഫുള്ളി വാങ്ങിച്ചു കഴിഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് അതിൻ്റെ യൂസേജ് ആണ്. രണ്ടാമത് ഞാൻ പറഞ്ഞു തരാനുള്ളത് അതിൻ്റെ യൂസേജ് ആണ്. അതിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരുപാട് ഏത് വീഡിയോസ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്കത് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളതിനുള്ള വീഡിയോസൊക്കെ കിട്ടും. അപ്പോൾ 3-4 ടൈപ്സ് അവർ പറയുന്നുണ്ട്. അതിൽ ഒന്ന് ഇങ്ങനെ ഫോൾഡഡ് ആണ്, ഫോൾഡ് എന്ന് പറയും. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വെക്കാം. എൻ്റെ എക്സ്പീരിയൻസിൽ ഇത് എനിക്ക് വർക്കിംഗ് ആയിരുന്നില്ല. സെക്കൻഡ് എന്ന് പറയുന്നത് L ഷേപ്പോ അങ്ങനെ എന്തോ ആണ്, എനിക്ക് എൻ്റെ കറക്റ്റ് നെയിം അറിയില്ല. എനിവേ ഇതാണ്. ഇതിനെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇത് ഉള്ളിലേക്ക് പോയിട്ട് ഇതുപോലെ ചെറിയൊരു ഇതിൽ മുകളിലേക്ക് കാണുന്നത്. ഇതായിരുന്നു ഞാൻ ഇൻസേർട്ട് ചെയ്ത രീതി. വളരെ സുഖമായിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു, മീൻസ് എളുപ്പത്തിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയായിരുന്നു. പിന്നെ വേറെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഇതിനിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷെ എനിക്ക് രണ്ടാമത് പറഞ്ഞത് എളുപ്പമായി തോന്നിയോണ്ട് ഞാൻ അതാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ 3 സ്റ്റെപ്സ്, ഈ 3 സ്റ്റെപ്സിൽ നിങ്ങൾക്ക് ഏതാണോ ആപ്റ്റ്, നിങ്ങൾക്ക് ഏതാണോ ഓക്കെ തോന്നുന്നത് ആ രീതിക്ക് ചെയ്യാം. പിന്നെ കുറെ വീഡിയോസിൽ പറയുന്ന കേട്ടു, കാല് നിങ്ങൾ ക്ലോസറ്റിന്റെ മുകളിൽ കയറ്റി വെച്ച് നിന്ന്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ സാധാരണ യൂറോപ്യൻ ക്ലോസറ്റ് ഓർ ഇന്ത്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യുന്നത് പോലെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇന്ത്യൻ ക്ലോസറ്റ് ഇല്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബാത്റൂം ടൈലിലൊക്കെ നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന പോലെ ഇരുന്നിട്ട് നിങ്ങൾക്ക് സാധാ പോലെ ഇൻസേർട്ട് ചെയ്യാം. യൂറോപ്യൻ ക്ലോസറ്റിലാണെങ്കിൽ അതിൽ ഇരുന്നതിന് ശേഷം നിങ്ങൾക്ക് സാധാ പോലെ ഇൻസേർട്ട് ചെയ്യാം. പിന്നെ കുറെ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, പീരിയഡ്സ് അല്ലാത്തപ്പോൾ ഇത് യൂസ് ചെയ്യരുത്. പീരിയഡ്സ് അല്ലാത്തപ്പോൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല, മീൻസ് അത് യൂസ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. അതായത് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലൂബ്രിക്കൻസ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. പീരിയഡ്സ് ആവുന്ന സമയത്ത് അവിടെ നമുക്കൊരു ലൂബ്രിക്കൻസ് സ്വയമായി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ലൂബ്രിക്കൻസിന്റെ ആവശ്യമില്ല. ചിലവർക്ക് അപ്പോഴും ലൂബ്രിക്കൻസിന്റെ ആവശ്യം ഉണ്ടാവും. എനിക്ക് ലൂബ്രിക്കൻസിന്റെ ആവശ്യം വന്നില്ല. ഞാൻ അങ്ങനെ ചെയ്തു. കുറച്ച് പെയിൻഫുൾ ആയിരുന്നു. സ്റ്റിൽ ഞാൻ ലൂബ്രിക്കൻസ് ഇല്ലാണ്ട് തന്നെ ഇത് ഇൻസേർട്ട് ചെയ്തിരുന്നു. ഇനി ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത രീതി ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ, ഇത് കേൾക്കണമെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ ഒരു സൗണ്ട് വരണം.
അങ്ങനെ ഒരു സൗണ്ട് നമുക്ക് പുറത്തേക്ക് കേൾക്കും അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ. അത് കേട്ടില്ലെങ്കിലും നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. എനിക്ക് കേട്ടിട്ടുണ്ടായിരുന്നില്ല, സത്യം പറയാലോ, എനിക്ക് കേട്ടിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് യൂസ് ചെയ്തവരൊക്കെ പറഞ്ഞത് ആ സൗണ്ട് വരുന്നതാണ്. എനിക്ക് അങ്ങനെ ഒരു സൗണ്ട് കേട്ടതുമില്ല, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസും ഇല്ല. പക്ഷെ ഇത് അടിയിലത്തെ ഭാഗം, ഈ അടിയിലത്തെ ഭാഗത്തിൽ ഇങ്ങനെയൊന്നും അല്ലാതെ ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. നമുക്ക് ടച്ച് ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് യൂസ് ചെയ്യാൻ. മീൻസ് അത് ഓപ്പൺ ആയിട്ടുണ്ടോ, കാരണം ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ വേണം അത് ചെക്ക് ചെയ്യാൻ. നിങ്ങൾ അത് ഓപ്പൺ ആണോ എന്നുള്ളത് അങ്ങനെ വേണം ചെക്ക് ചെയ്യാൻ. അപ്പോൾ അത്രയും കഴിഞ്ഞു, നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മളൊരു ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു രീതി സെലക്ട് ചെയ്യുക. ആ രീതിക്ക് അത് ഓപ്പൺ ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യുക. അത് ഓപ്പൺ ആയോ ഫുള്ളായിട്ട് അവിടെ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇത് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് മീൻസ് തൊട്ട് നോക്കാനൊന്നും കിട്ടിയെന്ന് വരില്ല. അത് ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും. നമ്മുടെ ഒരു ഫിംഗറോളം ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലാണ് ഏകദേശം നമുക്ക് മനസ്സിലാവുള്ളൂ ആ സംഭവം അവിടെ ഉണ്ടോ എന്നുള്ളത്. ഞാൻ ആദ്യം വെച്ചപ്പോഴൊക്കെ ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഉള്ളിൽ കയറിപ്പോയോ, എടുക്കാൻ കിട്ടില്ല, അങ്ങനത്തെ പേടിയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനത്തെ പേടിയുള്ള ആവശ്യമില്ല. നമുക്ക് എങ്ങനെ പോയാലും എടുക്കാം. ഇനി ഡോക്ടറിന്റെ അടുത്ത് പോയി കീറി മുറിക്കേണ്ടി വരുമെന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്കത് അല്ലാതെ തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കത് എടുക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെയാണ്. ഇനി അത് റിമൂവ് ചെയ്യേണ്ട ടെക്നിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും നമ്മൾ ഈ സംഭവത്തിൽ പിടിച്ച് വലിക്കരുത്. ഇങ്ങനെ ഇനി അതല്ലെങ്കിലും വെറുതെ പിടിച്ച് വലിക്കരുത്. നമ്മൾ ജസ്റ്റ് അതിൻ്റെ താഴത്തെ ഒരു പ്രഷർ കൊടുത്ത് ഇങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് വേണം ട്വിസ്റ്റ് ചെയ്യാൻ. അങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളത് താഴത്തേക്ക് എടുക്കാൻ. എന്നാലും ഒറ്റ പ്രഷറിലൊന്നും വലിക്കാൻ പാടില്ല. നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ. അപ്പം ഞാൻ ഇതിന് കുറച്ച് ഇത് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പറ്റിയ ആദ്യത്തെയും മൊത്തത്തെയും മിസ്റ്റേക്ക് അതാണ്. അതെന്താണെന്ന് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. സോ എന്താണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത് ഇൻസേർട്ട് ചെയ്യുന്നത് മാത്രമാണ് അവരോടൊക്കെ വിളിച്ച് ചോദിച്ചത്. ആൾക്കാരോട് വിളിച്ച് ചോദിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. യൂസ് ചെയ്ത ആൾക്കാരോട് വിളിച്ച് ചോദിച്ചത് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പാണ്. തിരിച്ചെടുക്കുന്നത് ഞാൻ വിചാരിച്ചു ഈ സാധനം അത് പിടിച്ച് വലിച്ചാൽ അത് പുറത്തേക്ക് വരും അങ്ങനെയാണെന്ന്. പക്ഷെ അങ്ങനെ അല്ല. ഞാനത് പിടിച്ച് വലിച്ചു, അത് പുറത്തേക്ക് വന്നു. പക്ഷെ മെല്ലെയാണ് കേട്ടോ, ഞാൻ അങ്ങനെ പിടിച്ച് വലിച്ചതല്ല, മെല്ലെ മെല്ലെ ഇങ്ങനെ ആക്കിയിട്ട്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഇതിങ്ങനെ പ്രസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ ഒരിക്കലും. കാരണം ഇതിന് വാക്വം എന്ന ഒരു ഒരു ഗുണമുണ്ട്, ഒരു പോയിന്റ് ഉണ്ട് അതിൽ. അപ്പോൾ വാക്വം ആയിട്ട് എഫക്റ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ പിടിച്ച് വലിക്കരുത്. വാക്വം കളഞ്ഞിട്ട് വേണം നമ്മൾ, മീൻസ് ആ ഒരു എയർ കളഞ്ഞിട്ട് വേണം നമ്മളത് എടുക്കാൻ. അപ്പോൾ ആ ഒരു മിസ്റ്റേക്കിലൂടെ തന്നെ എനിക്ക് എൻ്റെ പകുതി ജീവൻ പോയി. ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വിളിച്ചിട്ട് ഞാൻ എൻ്റെ കസിൻ്റെ അടുത്ത് പറഞ്ഞു, താത്ത ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ആള് പറഞ്ഞു, അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ വലിച്ചാൽ അത് പ്രശ്നമാണ്, അങ്ങനെ വലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആകെ ടെൻസ്ഡായി. കാരണം നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം, നമ്മള് അങ്ങനെ വലിച്ച ഗർഭപാത്രത്തിന് കേടാണ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അത് സത്യമായിരിക്കാം, ഞാൻ അവർ ഓവറാക്കി എന്നല്ല പറയുന്നത്, സത്യമായിരിക്കാം, എനിക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ടെൻഷനായി. പിന്നെ ഞാൻ 1-2 വീഡിയോസ് കണ്ടു, അതിലും അവർ പറയുന്നത് അങ്ങനെ വലിക്കാൻ പാടില്ല. എന്താണ് കാരണം എന്ന് അവർ പറയുന്നില്ല. ഈ വാക്വത്തിന്റെ എഫക്റ്റ് ഉള്ളതുകൊണ്ട് ഗർഭപാത്രത്തിന് എന്തോ കംപ്ലൈന്റ് അങ്ങനെയാണ് അവർ പറയുന്നത്. എന്താണ് അതിന്റെ ഫുൾ റീസൺ എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു വലിയ മിസ്റ്റേക്കാണ്. ഒരിക്കലും ആ മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുന്നതും അത് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു മിസ്റ്റേക്ക്, ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ട് റിമൂവ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യരുത്. ദെൻ എങ്ങനെയാണ് നല്ലൊരു ക്വാളിറ്റി സാധനം വാങ്ങേണ്ടതെന്ന് ഞാൻ പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദെൻ എൻ്റെ എക്സ്പീരിയൻസുകൾ പറയുകയാണെങ്കിൽ, എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 2-3 months ഒന്നും നിങ്ങൾ ഒരിക്കലും പാഡ് വിട്ടിട്ട് യൂസ് ചെയ്യരുത്. സോറി ഗൈസ്, സോറി ഫോർ ദ സൗണ്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതിലാണ് ഞാനിത് ഇങ്ങനൊരു സിറ്റുവേഷനിലും എടുക്കുന്നത്. എത്ര പേർക്ക് ഇത് എത്തും എന്നൊന്നും എനിക്ക് ഐഡിയ ഇല്ല. എങ്കിലും ഞാനിത് ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യണം. എൻ്റെ ഒരു
കടമ ഞാൻ ചെയ്യണം എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇത്രയും സൗണ്ട്സിനെയും ഒക്കെ മുഖവരയ്ക്ക് എടുക്കാതെ ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങൾ പാഡ് യൂസ് ചെയ്യണം. കാരണം ലീക്കേജ് എന്ന് പറയുന്ന ഒരു പ്രശ്നം എന്തായാലും ഉണ്ടാവും. അപ്പോൾ പാഡ് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങളിത് വെക്കാൻ. അപ്പോൾ ആദ്യത്തെ 1-2 മാസം 3-4 മാസമൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പാഡ് യൂസ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ടാണ് പാഡ് മാറ്റിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നത്. ഞാൻ പറഞ്ഞാൽ ഞാൻ 1 ടൈമേ യൂസ് ചെയ്തിട്ടുള്ളൂ, 2 ഡേയ്സേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് 2 ഡേയ്സിൽ ഞാൻ നിർത്താനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. അത് അനദർ മിസ്റ്റേക്ക് ആണ്, അതും നിങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക്, ഞാൻ ഈ പറഞ്ഞൊരു മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. എന്ത്? പാഡ് ഇല്ലാതെ നിങ്ങൾ ആ സംഭവം യൂസ് ചെയ്യാനേ പാടില്ല. അപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. കാരണം വീട്ടിലാണെങ്കിൽ നമുക്ക് ലീക്ക് ആവുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ വേഗം പോയിട്ട് ബാത്റൂം പോയിട്ട് അത് ശരിയാക്കിയാൽ മതി. ഇൻ കേസ് നിങ്ങൾ പുറത്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ പാഡ് യൂസ് ചെയ്തിട്ട് വേണം ആദ്യം യൂസ് ചെയ്ത് ഇത് ശീലിക്കാൻ. ശീലമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പാഡ് ഇല്ലാതെയും പുറത്തേക്ക് പോകാനുള്ള എല്ലാതും നിങ്ങൾ സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പാഡ് ഇല്ലാതെയും യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ പ്രശ്നം ഇതാണ്, ലീക്കേജ് ഒരു വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് രാത്രിയൊക്കെ നമുക്ക് ചിലപ്പോൾ ഇടക്ക് മാറ്റാൻ പറ്റിയില്ല, നമ്മൾ അങ്ങനെ ഉറക്കത്തിൽപ്പെട്ടൊക്കെ പോകും. കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പീരിയഡ്സ് ആണെന്നുള്ള ഓർമ്മ പോലും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ രാത്രി ഉറക്കത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലേക്ക് നല്ല ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ രാത്രി എണീക്കുമ്പോൾ അത് മാറ്റിയിട്ട് കിടക്കാം. പക്ഷെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ലീക്ക് ആവാണ്ടിരിക്കുമ്പോൾ പുറത്തേക്ക് ആവാതിരിക്കാനാണ് പാഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ലീക്കേജ് ആണ് ഒന്നാമത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റിമൂവ് ചെയ്യുന്ന സമയത്ത് റിമൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഒന്നുകൂടെ പറയാം. ഒരിക്കലും ആ താഴ്ത്തി പിടിച്ച് വലിക്കരുത്. നിങ്ങളത് ജസ്റ്റ് ഒരു പ്രഷർ കൊടുത്ത് ട്വിസ്റ്റ് ചെയ്തിട്ട് വേണം അത് വലിച്ചിട്ട് റിമൂവ് ചെയ്ത് കളയാൻ. പിന്നെ നമുക്ക് ചിലപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര അൺകംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു. പക്ഷെ എക്സ്ട്രീം അൺകംഫർട്ടബിൾ വന്നത് ഞാൻ ഈ 2ാമത്തെ ദിവസം ഇത് ഉപയോഗിക്കൽ നിർത്തിയിട്ട് പാഡ് ഉപയോഗിക്കുമ്പോഴാണ്. കാരണം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണല്ലോ, ഞാൻ ഈ 2 ദിവസം വെക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അൺകംഫർട്ടബിൾ, ആകെയുള്ള അൺകംഫർട്ടബിൾനെസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത് ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നുള്ളൊരു തോട്ടാണ്. പക്ഷേ ഞാൻ അത് റിമൂവ് ചെയ്ത് പാഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അതായത് 2ാമത്തെ ദിവസം കഴിഞ്ഞ് 3ാമത്തെ ദിവസം ഞാൻ പാഡ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ പാഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അയ്യോ എന്തിനാ ഞാൻ പാഡ് യൂസ് ചെയ്തത്, അതന്നെ മതിയായിരുന്നു, അതായിരുന്നു കംഫർട്ടബിൾ എന്ന് എനിക്ക് 2 ദിവസം യൂസ് കൊണ്ടേ എനിക്ക് തോന്നി. സോ അതുകൊണ്ട് കുറെ ദിവസം യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പാഡിനെ കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ലാന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, അയ്യോ അതന്നെ മതി, അതന്നെ വെച്ചല്ലോ. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് തീരെ കംഫർട്ടബിൾ ആയിരുന്നില്ല. ആ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് കാരണമാണ് ഞാൻ പാഡ് യൂസ് ചെയ്തത്. അപ്പോൾ ഇപ്പൊ എനിക്ക് പറയുകയാണെങ്കിൽ, നിങ്ങൾ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ നോർമൽ ഡെലിവറി കഴിഞ്ഞ ആൾക്കാരോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ പേടിക്കാതെ തന്നെ യൂസ് ചെയ്തോളൂ. നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്ത്? നല്ല സാധനം വാങ്ങുക, നല്ലൊരു പ്രോപ്പർ പൊസിഷൻ, അത് വെക്കേണ്ട രീതി നല്ലതൊന്ന് ചെക്ക് ചെയ്യുക, പിന്നെ അത് റിമൂവ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. വേറെ ഇമ്പോർട്ടൻ്റ് ആയത്, അതായത് ഞാൻ എന്തുകൊണ്ടാണ് ഇത് 2ാമത്തെ ദിവസം യൂസ് ചെയ്യൽ നിർത്തിയത് എന്ന് ചോദിച്ചാൽ, അതിന് സിമ്പിൾ റീസൺ ആണ്. ചിലപ്പോൾ ഒരു വാലിഡ് അല്ലാത്തൊരു റീസൺ ആയിരിക്കാം, പക്ഷെ എനിക്കത് ഭയങ്കര വാലിഡ് ആണ്. കാരണം ഞാൻ ഭയങ്കരമായി എനിക്ക് കംഫർട്ടബിൾ അല്ലാതായതുകൊണ്ടാണ് ഞാനത് നിർത്തിയത്. തിങ് ഈസ്, നമുക്കറിയാലോ, എനിക്ക് പീരിയഡ് പെയിൻസ് ഒക്കെ ഭയങ്കരമായിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ഈ പീരിയഡ്സ് തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വയറുവേദന, ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുക, അപ്പം അങ്ങനത്തെ തോന്നലുകൾ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഇതേപോലെ ടോയ്ലറ്റിൽ പോകാൻ തോന്നി, ഞാൻ പോയി. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ടോയ്ലറ്റിൽ പോകുമ്പോൾ ഇത് യൂസ് ചെയ്യാവോ. കാരണം ഒബ്വിയസ്ലി നമ്മൾ വയറ് വേദനിച്ചിട്ട് നമുക്ക് തോന്നലാണ്. അപ്പം നമ്മൾ ഈ ബാത്റൂം പോയി എന്നിട്ട്, ഞാൻ അത്രയും ഓപ്പൺ ആയിട്ടാണ് നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ ബാത്റൂം പോയിരുന്നിട്ട് അത് നമ്മൾ ഒബ്വിയസ്ലി നമുക്ക് തോന്നലായതുകൊണ്ട് തന്നെ നമ്മൾ ബാത്റൂം പോയാലും ഒന്നും വരില്ല. അപ്പം നമുക്ക് ഈ മുക്കുന്ന ടെൻഡൻസി ഒക്കെ ഉണ്ടാവും. അപ്പം ഞാനതുപോലെ ചെയ്യുമല്ലോ എന്ന് എനിക്ക് നേരത്തെ അറിയുന്നത് കൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അപ്പം ഞാൻ ഗൂഗിൾ ചെയ്തു, ഇതിലുള്ള പേപ്പർ എടുത്ത് വായിച്ചു നോക്കി. അപ്പോൾ അവർ പറയുന്നത് ഇറ്റ്സ് ഓക്കെ ടു യൂസ് എന്നാണ്. അപ്പം നമുക്ക് ബാത്റൂം പോകുമ്പോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റിൽ വ്യത്യാസം വരിക, നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റിൽ വ്യത്യാസം വരികയാണെങ്കിൽ അത് നിങ്ങളൊന്ന് ശരിയാക്കിയാൽ മതി.
ഓക്കെ, അപ്പം മാറ്റണ്ടല്ലോ, അത്രയും സുഖമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനത് മാറ്റിയില്ല. അത് വലിയൊരു അബദ്ധമായി പോയി. കാരണം അതിനുശേഷം എനിക്ക് അത് ഉള്ളിലേക്ക് വെക്കുമ്പോൾ എന്തോ സക്കിയുന്ന പോലത്തെ, അതായത് എന്തോ പിടിച്ച് വലിക്കുന്ന പോലത്തെ ഒരു ഫീൽ, ഭയങ്കര കംഫർട്ടബിൾ അല്ലാത്ത പോലത്തെ ഒരു ഫീല് തോന്നി. ഞാനത് റിമൂവ് ചെയ്ത് കളഞ്ഞു. അത് റിമൂവ് ചെയ്ത് ഞാൻ എന്നിട്ടും രാത്രി വരെയൊക്കെ പിടിച്ചു നിന്നു. രാത്രിയാണ് ഞാൻ മാറ്റിയിട്ട് പാഡ് വെച്ചത്. അപ്പോൾ രാത്രി വരെയും എനിക്ക് എന്തോ ഒരു ഡിസ്കംഫർട്ട് ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, നിങ്ങൾക്കത് എടുക്കാം എടുക്കാതിരിക്കാം, നിങ്ങളുടെ ഇഷ്ടം. മാക്സിമം നിങ്ങൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ഈ സംഭവം അഴിച്ചു വെച്ചിട്ട് നമുക്കത് ജസ്റ്റ് റിമൂവ് ചെയ്ത് വാഷ് ചെയ്യാവുന്നതല്ലേ, ചെയ്തിട്ട് വേണം ടോയ്ലറ്റിൽ പോകാൻ. ഇല്ല, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, ശരിക്കും ഇതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കാം, പക്ഷെ അത് റിമൂവ് ചെയ്തിട്ടാണ്. ഇനി ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നല്ല, ഞാൻ ഉറപ്പായും ഇനി ഇത് യൂസ് ചെയ്യും. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങളുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ബാത്റൂം പോവുകയാണെങ്കിൽ, ബാത്റൂം പോകാൻ പറ്റിയൊരു സിറ്റുവേഷൻ, അതായത് അഴിച്ചു വെച്ചിട്ട് ബാത്റൂം പോകാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആണ് നമ്മളെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും ഇത് മാറ്റിയിട്ടേ ചെയ്യൂ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കും അത് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം നമുക്ക് ടെൻഷൻ്റെ ആവശ്യങ്ങളില്ലല്ലോ, ഞാൻ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് ടെൻഷൻ അടിച്ച് ഇതാവേണ്ട ആവശ്യമില്ല. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ 2 ബാഡ് എക്സ്പീരിയൻസ് ആണ് ഞാനിതിൽ പറയുന്നത്. ഞാൻ മെയിനായിട്ട് വീഡിയോസ് ഒന്നും കാണാണ്ട് ചെയ്തതിൻ്റെ മണ്ടത്തരമാണ് തന്നെ ഞാൻ പറയുള്ളൂ. അപ്പോൾ റിമൂവ് ചെയ്യുന്ന ഭാഗത്തും ഇൻസേർട്ട് ചെയ്യുന്ന ഭാഗത്തും ശ്രദ്ധിക്കുക, റിമൂവ് ചെയ്യുന്ന ഭാഗത്തും ശ്രദ്ധിക്കുക. പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ആയിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക, റിമൂവ് ആവുന്നത് ശ്രദ്ധിക്കുക, റിമൂവ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ദെൻ ഇതുപോലത്തെ ബാത്റൂം പോകുന്ന കേസുകളൊക്കെ വരുമ്പോൾ നിങ്ങളത് മാക്സിമം യൂസ് ചെയ്യാം. ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ബാത്റൂം ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം വരാതെ, ഞാൻ യൂറിൻ പാസ് ചെയ്യുന്നതിനെ പറ്റിയല്ല പറയുന്നത്, കക്കൂസിൽ പോകുന്നതിനെ പറ്റിയിട്ടാണ്. പറയാലോ, ഓപ്പൺ ആയിട്ട് തന്നെ പറയാം, കക്കൂസിൽ പോകുന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഇതൊന്നും ഒരു വിഷയമല്ല. സാധാരണ നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്തൊക്കെ ബ്ലഡ് പോകും. ഇത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, ബ്ലഡ് പോക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അത്രയും കംഫർട്ടബിൾ ആയ ഒരു സാധനമാണ്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ, നല്ലൊരു ചോയ്സ് ആണ് നിങ്ങൾക്ക് ഈ പറയുന്ന മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോക്ക് തന്നെ ഒരു പാർട്ട് 2 ഉദ്ദേശിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറേ ഇത് വെക്കുമ്പോൾ കുറേ ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ ഈ പ്രഷർ കൊടുത്ത് വലിച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു ഇത്. അപ്പം ഞാനൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് പ്രോപ്പറായ ഗൈഡൻസ് എടുത്തിട്ട് ഇനി ഇത് യൂസ് ചെയ്യൂ എന്നൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനൊരു ഡോക്ടറിന്റെ വീഡിയോ ഒക്കെ കണ്ടു, പക്ഷെ ആ ഡോക്ടറോട് എനിക്ക് പേഴ്സണലി ഒന്നും ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഇതിനെപ്പറ്റി പ്രോപ്പർ ഗൈഡൻസ് എടുത്ത്, സിസേറിയൻ കഴിഞ്ഞ ഒരാൾക്ക് അതെങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ, അതുപോലെ കുഴപ്പമില്ല, കാരണം ഇതിൽ എഴുതിയിട്ടുണ്ട് യൂസ് ചെയ്യാം എന്നുള്ളത്. അതെങ്ങനെ യൂസ് ചെയ്യാം, എന്തൊക്കെ ശ്രദ്ധിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പ്രോപ്പർ ഗൈഡൻസ് എടുത്തിട്ട് ഇനി യൂസ് ചെയ്യുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ കൂടെ ഇതിന് പാർട്ട് 2 ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഡെഫിനറ്റ്ലി അത് ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പം ഞാൻ ഒരുവിധം ഞാൻ നോട്ട് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം, നമ്മൾ റിമൂവ് ചെയ്യുമ്പോഴുള്ള വാഷിങ്, അതായത് റിമൂവ് ചെയ്യുമ്പോഴും നമ്മൾ ഇത് 2 ടൈംസ് ആണ് അതായത് സ്റ്റെറിലൈസ് ചെയ്യുള്ളൂ. അതായത് ചുടുവെള്ളത്തിൽ ഇട്ടിട്ട് വാഷ് ചെയ്യുന്നത്. അത് ഓരോ കമ്പനിക്കും അതിൻ്റെ പ്രോപ്പറായ എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടതെന്നുള്ളത് അതിൻ്റെ ബോക്സിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ വാഷ് ചെയ്യാൻ. അപ്പൊ ഇതിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നല്ലോണം തിളപ്പിച്ച് അത്രയും ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് 5 മിനിറ്റ് വെക്കാനാണ്. ചില കമ്പനി ബ്രാൻഡഡ് സാധനങ്ങളിൽ പറയുന്നത്, ചില ബ്രാൻഡുകളുടെ ഇതിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വെള്ളം നല്ല തിളപ്പിച്ച് ആ തിളച്ചുകൊണ്ടേയിരിക്കുന്ന വെള്ളത്തിൽ 5 മിനിറ്റ് ഇട്ട് വെക്കാനാണ്. ആദ്യം തന്നെ ഇടരുത്, തിളച്ചതിന് ശേഷം ഇട്ടിട്ട് 5 മിനിറ്റ് തിളപ്പിക്കുക, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അത് ഡിപ്പെൻസ്, വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ മെത്തേഡ് നമ്മൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതിന് മുമ്പും ലാസ്റ്റ് ടൈം യൂസ് ചെയ്തതിന് ശേഷവും, അതായത് ഒരു പീരിയഡ് സൈക്കിളിൽ, ഈ മന്ത്ത്തെ പീരിയഡ്സിൽ ഇപ്പൊ എനിക്ക് പീരിയഡ്സ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതൊന്ന് വാഷ് ചെയ്യാം, ദെൻ മീൻസ് ഇങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യുക. ദെൻ എൻ്റെ ലാസ്റ്റ് ടൈം യൂസ് കഴിഞ്ഞ ഉടനെ നമ്മൾ അത് എടുത്തു വെക്കാൻ പോവുകയാണെന്നുള്ള സമയത്തും വാഷ് ചെയ്യാം.
ഇതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി. ഒരിക്കലും അതിൽ സോപ്പ് ഇട്ടിട്ട് വാഷ് ചെയ്യരുത്. കാരണം ഇതിൻ്റെ സിലിക്കൺ ആണ് ഈ മെറ്റീരിയൽ. ഈ സിലിക്കൺ മെറ്റീരിയലിൽ ഈ പറയുന്ന പോലെ എന്താ പറയുക, ഇതിൻ്റെ റെസിഡ്യൂസ് ഒക്കെ, സോപ്പ് റെസിഡ്യൂസ് ഒക്കെ ഇതിൽ വന്നിട്ട് സ്റ്റിക്ക് ആവാനും നമുക്കത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും ചാൻസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എനിക്കറിയില്ല എന്നല്ല, അങ്ങനെയാണ്. അപ്പോൾ അത് കാരണം സോപ്പ് യൂസ് ചെയ്യരുത് എന്ന് തന്നെയാണ് എല്ലാത്തിലും പറയുന്നത്, എല്ലാവരും പറയുന്നത്. അപ്പോൾ സോപ്പ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. യു ജസ്റ്റ് വാഷ് നല്ല വൃത്തിക്ക് വാഷ് ചെയ്യാം. വാഷ് ചെയ്യുന്നത് വൃത്തിക്ക് വാഷ് ചെയ്തിട്ട് ദെൻ ഇൻസേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ലൂബ്രിക്കൻസ് അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു വെളിച്ചെണ്ണയൊക്കെ ലൂബ്രിക്കൻസ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പോൾ മറ്റു സാധനങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഞാനത് എന്തായാലും ഡോക്ടറോട് ചോദിച്ചിട്ട് നിങ്ങളോട് പറയാം. അപ്പോൾ ലൂബ്രിക്കൻസ് ഉപയോഗിക്കുക. അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുക. എന്തായാലും പീരീഡ് സമയത്ത് നമുക്കൊരു ലൂബ്രിക്കൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ വേറെ ലൂബ്രിക്കൻസിന്റെ ആവശ്യം ഉണ്ടാവില്ല. എന്നാലും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നാണെങ്കിൽ, പിന്നെ ഫസ്റ്റ് ടൈം ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞില്ല, സെക്ഷലി ആക്റ്റീവ് അല്ലാത്ത 18 ഇയേഴ്സ് എബോവ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ലൂബ്രിക്കൻസ് ഉപയോഗിച്ച് സുഖമായിട്ട് അത് ഇൻസേർട്ട് ആവും. അപ്പൊ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു മെൻസ്ട്രൽ കപ്പ് സക്സസ്ഫുള്ളി ഉപയോഗിക്കാം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഒരുവിധം കാര്യങ്ങളെല്ലാം ഇതിൽ കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇൻ കേസ് ഞാൻ പറയാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കമൻറ്റ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ അറിയണം എന്ന് തോന്നുകയാണെങ്കിൽ, എൻ്റെ പേഴ്സണൽ കാര്യങ്ങളല്ല, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ആരോടും ചോദിക്കാൻ പറ്റാത്ത എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ID കൊടുക്കുന്നുണ്ട്, അതിലേക്ക് പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക. സ്ത്രീകളുടെ മെസ്സേജ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ നോക്കിയിട്ട് ഞാൻ അതിന് വേണ്ട റിപ്ലൈസ് നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ ചിലപ്പോൾ കമൻ്റായിട്ട് തന്നെ റിപ്ലൈ തരികയാണെങ്കിൽ മറ്റുള്ളവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി അത്രയേ ഉള്ളൂ. അപ്പോൾ സക്സസ്ഫുള്ളി എങ്ങനെയാണ് ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുക എന്നുള്ളത് എനിക്കറിയാവുന്നിടത്തോളം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. ഇനി ഇതിൻ്റെ ഒരു പാർട്ട് 2 വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഡോക്ടറിൻ്റെ ഫുൾ ഒപ്പീനിയൻസ് വെച്ചിട്ട് ഞാൻ നല്ലൊരു വീഡിയോ ഞാൻ ഇറക്കുന്നതായിരിക്കും സൂൺ. അപ്പോൾ അതുകൂടെ വെയിറ്റ് ചെയ്യാം നിങ്ങൾ. അപ്പോൾ എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട്, അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഞാൻ നല്ലൊരു വീഡിയോ, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒരുവിധം ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഇനി C-സെക്ഷൻ കഴിഞ്ഞ ആൾക്കാർക്ക് ഉള്ളൊരു വീഡിയോ ഞാൻ വേറെ പുതിയത് ഇടുന്നുണ്ട്. അതായിരിക്കും പാർട്ട് 2. അതിലും ചിലപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ വീഡിയോ ഇത് കാണുന്നവർ എന്തായാലും കാണണം. പിന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയും അറ്റ്ലീസ്റ്റ് അത്യാവശ്യം നല്ലൊരു ലെങ്തി വീഡിയോ ആണിത്. അപ്പോൾ ഇത്രയും നേരം ക്ഷമയോടെ കേട്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ അടുത്ത ഈ വീഡിയോക്ക് എന്നല്ല, ഒരുപാട് വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. ആ വീഡിയോസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കാരണം ലൈക്ക് ചെയ്താലാണ് മറ്റുള്ളവർക്ക് ഈ വീഡിയോൻ്റെ എന്താ പറയുക ഇത് പോവുള്ളൂ. അപ്പം നിങ്ങളെപ്പോലെ ഉള്ള സ്ത്രീകൾ, ഇനിയും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള സ്ത്രീകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് ഇത് കിട്ടണമെന്നെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്ത് പോവുക. അപ്പം അത് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ദെൻ അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിന് അറിയാൻ ആഗ്രഹിക്കുന്നവർ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. അവർക്ക് അപ്പോൾ ഇത് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആവട്ടെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയും ക്ഷമയോടെ ഇരുന്ന് കേട്ടവർക്കാണ് ഞാൻ പറയുന്നത്. കേട്ടവരാണല്ലോ ഈ പോയിന്റിലേക്ക് എത്തുള്ളൂ, ഈ ഒരു വീഡിയോന്റെ പോർഷനിൽ. സോറി ഗൈസ്, എൻ്റെ മൈക്കിൻ്റെ ചാർജ് കഴിഞ്ഞ് ഓഫ് ആയത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലൊരു മിസ്റ്റേക്ക് ഞാൻ നേരത്തെ പറ്റിയതിനെ പറ്റി ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ഫുൾ വീഡിയോ, ഒരു 35 മിനിറ്റ്സിൻ്റെ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കുക. കമൻ്റ് ആയിട്ടായാലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം നിങ്ങൾക്ക്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. മാക്സിമം കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. കമൻറ്റിൽ ചോദിക്കുക. അപ്പം ഞാൻ കമൻറ്റിൽ റിപ്ലൈ തരികയാണെങ്കിൽ അത് കുറേ പേർക്ക് യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ID താഴെ അതിൽ കയറി ഒന്ന് ഫോളോ ചെയ്യുക.
താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.